ഘട്ടത്തിലുള്ള ഈ ഒരു കാഴ്ചപ്പാടിനെ അവർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ വളരെ ഫോർവേഡ് ആയിട്ട് ഇവർക്കൊരു പുതിയൊരു സ്റ്റെപ്പ് ഓൺ കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവർക്ക് സമൂഹത്തിൽ ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ ഇവരെ അവിടെ കൊണ്ടുവന്നിരുന്നത് എങ്കിൽ ഒരിക്കലും അവർ ആ ഒരു വോയിസ് ഇവരെ കേൾപ്പിക്കില്ലായിരുന്നു. അത് ഞാൻ വ്യക്തമാക്കാം എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കാം. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇമോഷണലി ഞാൻ ഭയങ്കര ഡൗൺ ആയി. ഞാൻ ചത്തുപോയില്ല എന്നേ ഉള്ളൂ. കാരണം ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഹെയ്റ്റ് ഫ്രം സംവൺ എൽസ്. ഓക്കെ, ഒരാൾക്ക് ബുദ്ധിമുട്ടാണ് നമ്മളുടെ സെക്ഷുവാലിറ്റി, നമ്മളെ ഐഡന്റിറ്റി ആൻഡ് ഹൂ വി ആർ. അതുപോലെ ബാധിക്കുന്നില്ലെങ്കിലും ഓൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വാട്ട് വി ക്യാൻ ഡു. എനിക്കറിഞ്ഞൂടത്. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഫാമിലിക്ക് അങ്ങനെ എന്തെങ്കിലും തകരാറുണ്ടോ, നമ്മളോരോട് മിണ്ടേ എന്തെങ്കിലും തമാശ പറയുകയൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നമുണ്ടോ സീരിയസ്ലി എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ അപ്പാക്കും മകം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടില്ല, പിന്നെ മറ്റുള്ളവരുടെ ആൾക്കാരെ മനസ്സിലാക്കണം നമ്മൾ വിചാരിക്കുന്നതിൽ എന്തിതാ ഉള്ളതെന്ന്. ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മളൊരു കുടുംബം പോലെ കണ്ട ആൾക്കാര്, വീട്ടുകാരും കുടുംബക്കാരൊക്കെ അങ്ങനെ പറയുമ്പോൾ ഒരു വിഷമം. ഈ ലോകത്ത് എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടത് ഒരു സ്പേസ് മാത്രമാണ്. അവർ നിൽക്കുന്ന ഇടങ്ങളിൽ അവരെ ഒപ്പമുള്ളവരും അവരുടെ ഒപ്പം ജീവിക്കുന്ന സഹജീവികളും അവരിൽ ഒരാളായി കാണുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത്. ഇവിടെ ചില ആളുകളെ അവരുടെ ഇഷ്ടങ്ങളെ തിരിച്ചറിയാതെ, അല്ലെങ്കിൽ അവരെ ഒരു ജെൻഡറിനെ തിരിച്ചറിയാതെ, അതിനെ ബഹുമാനിക്കാതെ, അതിനെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ അതിന് പ്രത്യേക ഒരു ഡിസ്ക്രിമിനേഷൻ കൊടുക്കുന്ന, അതിനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേർ നമ്മുടെ ഇടങ്ങളിലുണ്ട്, നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. സ്വന്തം കൂടെയുള്ള ഒരാളെ തിരിച്ചറിയാൻ പോലും ചില സമയങ്ങളിൽ അന്ന് ആർക്കും സാധിക്കത്തില്ല. അത് ജന്മം നൽകുന്ന അച്ഛനായാലും ജന്മം നൽകിയ അമ്മയ്ക്കായാലും ആ ഒരു അവസരത്തിൽ അവരെ തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം അവിടെ അപ്പോൾ അവർ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന സമൂഹത്തിന് മുന്നിൽ എന്തുത്തരം കൊടുക്കുമെന്നുള്ള ഒരു വ്യാകുലതയും, അതുപോലെ തന്നെ ഇനി അവരെ ഇതിന്റെ പേരിൽ ആക്രമിക്കാൻ വരുന്ന ബന്ധുക്കളെയും സമൂഹത്തെയും എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു പേടിയുമാണ് ആ സമയത്ത് അവരെ അലട്ടുന്നത്. ചിലപ്പോൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവരോടൊരു ഇഷ്ടം ഉണ്ടാവും. അവരെ അതേ രീതിയിൽ തന്നെ അവരെന്താണോ ആ രീതിയിൽ അവരെ സ്വീകരിക്കണമെന്നും അവരെ സ്നേഹിക്കണമെന്നും അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എവിടേക്ക് ഒരു പിൻവിളി കിട്ടുന്നത് ഈ സൊസൈറ്റിയുടെ തന്നെ ഒരു രീതികൾ കൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കും ഞാനിത് ആരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നതെന്ന്. തീർച്ചയായിട്ടും ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളെ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ആദില നൂറ. അവർ ആരാണെന്നും അവർ എന്താണെന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിലവിലുള്ള ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥികളാണ് അവർ. അതിനു മുന്നേ തന്നെ മലയാളികൾക്ക് ഇവരെ നല്ല സുപരിചിതരാണ്. അവരുടെ ലൈഫ് സുപരിചിതമാണ്. അവർ അനുഭവിച്ചു വന്ന അവരുടെ സാഹചര്യങ്ങളും സുപരിചിതമാണ്. പക്ഷെ ഇവിടെ ബിഗ് ബോസിൽ വന്നപ്പോൾ പോലും, ബിഗ് ബോസിനകത്ത് പോലും അവർ കൊടുത്തിരുന്ന ഒരു ടാഗ് ലൈൻ ഉണ്ട്: ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 ലെസ്ബിയൻ കപ്പിൾസ് നമ്മളിവിടെ കൊണ്ടുവരുന്നുവെന്ന്. അവിടെ തന്നെ എന്റെ ഫസ്റ്റ് എതിർപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. എന്തിനാണ് അവർക്ക് അങ്ങനെ ഒരു ടാഗ് ലൈൻ കൊടുക്കുന്നത്? അവർ നമ്മളുടെ ഇടങ്ങളിലുള്ള ഒരാളാണ്. ഞാനും നിങ്ങളും നമ്മൾ അടങ്ങുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന 2 വ്യക്തികളാണ്. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിളിപ്പേരിന്റെയോ, അല്ലെങ്കിൽ ഇവിടെ എത്രയോ കപ്പിൾസ് ഉണ്ട്, ഇവിടെ കല്യാണം കഴിച്ച എത്രയോ പേർ അവരവരുടെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കുന്നുണ്ട്. ഇവിടെ കല്യാണം കഴിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇത് ഇട്ട് നമ്മൾ വിളിക്കുന്നില്ല. ആണിനെയും പെണ്ണിനെയും തമ്മിൽ കല്യാണം കഴിക്കുന്നവരും ഇപ്പോൾ അവരവരുടെ ഇഷ്ടമാണ്, അവർക്ക് ആരുടെ ഒപ്പം ജീവിക്കണം, അവരുടെ ലൈഫ് ആരോടൊപ്പം ഷെയർ ചെയ്യണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശമാണ്. നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇത്രത്തോളം ഡെവലപ്പ് അല്ലായിരുന്ന കാലത്ത്, ഇത്രത്തോളം സോഷ്യൽ മീഡിയ സജീവമല്ലായിരുന്ന കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള അവരുടെ ആ ഒരു ഫീലിങ്സും അവർ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടും എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാതെ ഒരുപാട് പേർ പല അവരുടെ വേദനകളും വിഷമങ്ങളും ചിലപ്പോൾ ഒരു മുറിക്കുള്ളിൽ കരഞ്ഞു തീർത്തിട്ടുണ്ടാവും. അവർ വേദനിച്ചിട്ടുണ്ടാവും, അവർ വിറങ്ങലിച്ച് നിന്നിട്ടുണ്ടാവും, പേടിച്ചു പോയിട്ടുണ്ടാവും. അവിടെ നിന്നെല്ലാം മാറി ഒരുപാട് ഇതുകൊണ്ട് നമ്മുടെ നാട് ഡെവലപ്പായി, പല കാര്യങ്ങളും ഡെവലപ്പായതിന്റെ കൂട്ടത്തിൽ ഇവരുടെ ഈ ഒരു രീതികളെ കുറിച്ച് മനുഷ്യർ പഠിച്ചു തുടങ്ങി. ഇവരെന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഉണ്ടാവുന്നത്? ഒരുപാട് പേർ ഇവരെ അകറ്റി നിർത്തിയപ്പോൾ ഒരുപാട് മനുഷ്യർ ഇവരെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചു. ഒരുപാട് പേർ അവരുടെ ഒപ്പം കൂടെ നിൽക്കാൻ ശ്രമിച്ചു. തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യരാണ്, അല്ലാതെ ഈ പറയുന്ന ഇവരൊന്നും തന്നെ ഒരു തരത്തിലും നമ്മളുടെ ഇടങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നവരോ നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് മേലെ കടന്നു വരുന്നവരോ അല്ല. നമ്മൾ കടന്നു ചെല്ലുന്നത് അവരുടെ എല്ലാം സ്വാതന്ത്ര്യത്തിലേക്കാണ്. ഇവിടെ വളരെ വിഷമവും വളരെ വേദനയും നിറയുന്ന ഒരു കാഴ്ച തന്നെയാണ്
കഴിഞ്ഞ എപ്പിസോഡിൽ കാണാൻ കഴിഞ്ഞത്. കാരണം പല രീതിയിൽ അവരുടെ ഗെയിമിനെ നമുക്ക് വിമർശിക്കാം, അവരെടുക്കുന്ന അവരുടെ രീതികളെ നമുക്ക് വിമർശിക്കാം. പക്ഷെ എന്തിനാണ് അവരുടെ ആ ഒരു സ്നേഹത്തെ നമ്മൾ വിമർശിക്കുന്നത്? അതിന് പ്രത്യേക ടാഗ് ലൈൻ കൊടുത്തുകൊണ്ട് എന്തിനാണ് അവരെ കോർണർ ചെയ്യപ്പെടുന്നത്? അവിടെ ഒരു മത്സരാർത്ഥി വളരെ വീക്കായി പോകുന്ന കണ്ടു, അദ്ദേഹം ഭയങ്കര ഷൗട്ട് ആവുന്ന കണ്ടു. അവിടെയുള്ള സഹ മത്സരാർത്ഥികളോട് ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നും ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവ് മാറിയ ഒരു മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്നും ഒരു കോള് വരുന്നുണ്ട്. അത് നമ്മൾ എപ്പിസോഡിൽ കണ്ടതാണ്. ആ എപ്പിസോഡിൽ കാണിക്കാത്ത കുറെ കാര്യങ്ങൾ ലൈവിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ആ കോൾ വന്ന സാഹചര്യത്തിൽ അത് അക്ബർ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്നാണ് കോൾ വന്നത്. അദ്ദേഹത്തിന്റെ പ്രായമായിട്ടുള്ള ഒരു ഉമ്മയാണ് കോൾ ചെയ്തിട്ടുള്ളത്. അവരുടെ ആ ഒരു കാഴ്ചപ്പാടിനെയോ അവർ പറഞ്ഞ ആ ഒരു രീതിയോ ഞാൻ ഇവിടെ കുറ്റപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ എല്ലാവരുടെയും ഒരു മോറൽ ചിന്താഗതിയും അവർ അവരുടെ ലൈഫിൽ വളർന്നു വന്നിരുന്ന ഒരു കാലഘട്ടവുമുണ്ട്. ആ കാലഘട്ടത്തിലുള്ള ഈ ഒരു കാഴ്ചപ്പാടിനെ അവർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ വളരെ ഫോർവേഡ് ആയിട്ട് ഇവർക്കൊരു പുതിയൊരു സ്റ്റെപ്പ് ഓൺ കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവർക്ക് സമൂഹത്തിൽ ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ ഇവരെ അവിടെ കൊണ്ടുവന്നിരുന്നത് എങ്കിൽ ഒരിക്കലും അവർ ആ ഒരു വോയിസ് ഇവരെ കേൾപ്പിക്കില്ലായിരുന്നു. അത് ഞാൻ വ്യക്തമാക്കാം, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കാം. ഈ പറയുന്ന അക്ബറിന്റെ അമ്മ ഈ പറയുന്ന അക്ബറുമായി സംസാരിക്കുന്ന സാഹചര്യത്തിൽ അവർ പറഞ്ഞു, ഈ പറയുന്ന സന്ധ്യ സമയങ്ങളിൽ, അതായത് ഇരുട്ടിയതിനപ്പുറം ഈ ആദിലയുടെയും പേരെടുത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു, ആദിലയുടെയും നൂറയുടെയും അറ്റത്തൊന്നും പോയി ഇരിക്കരുത് എന്ന്. എന്തിനാണ് അവർ അത് പറഞ്ഞതെന്നോ അവർ ഏത് സാഹചര്യത്തിലാണ് അത് അവിടെ സംസാരിച്ചതെന്നോ ഞാനിവിടെ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഞാനത് പറഞ്ഞു പോയി. കാരണം ആ ഉമ്മയുടെ വളർന്നു വന്ന അവരുടെ സാഹചര്യങ്ങളും അവരുടെ ആ ഒരു പ്രായത്തിന്റെയും ഇതുകൊണ്ട് ഞാൻ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഇവിടെ കുറ്റപ്പെടുത്തുന്നത് ബിഗ് ബോസിന്റെ എഡിറ്റിംഗ് ടീമിനെയും ബിഗ് ബോസിന്റെ ഇത്തരത്തിലുള്ള അണിയറ പ്രവർത്തകരെയുമാണ്. അത് അക്ബർ എന്ന് പറയുന്ന ആ മത്സരാർത്ഥിയെ മാത്രം കേൾപ്പിച്ചുകൊണ്ട് അത് നിങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ അത് ഒരുപക്ഷെ ഇത്തരത്തിൽ ഇവരുടെ ഇടങ്ങളിലേക്ക് അതൊരു മുറിവായി വരില്ലായിരുന്നു. ഇവിടെ ബിഗ് ബോസിന്റെ സുതാര്യതയാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ ഒരുപാട് ഇടങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഇവിടെ വരുന്ന എപ്പിസോഡുകളൊന്നും തന്നെ കംപ്ലീറ്റഡ് അല്ല. വളരെ മിസ്മാച്ചിങ് ആയിട്ടുള്ള ക്ലിപ്പുകൾ എഡിറ്റ് ചെയ്ത് ജനങ്ങൾക്ക് തന്നെ അരോസകം ഉണ്ടാവുന്ന രീതിയിലാണ് ഓരോ എപ്പിസോഡുകളും ഇപ്പൊ കാണിക്കുന്നത്. നിങ്ങൾ ഒന്നോ രണ്ടോ വിരലിൽ എണ്ണാവുന്ന എപ്പിസോഡുകൾ മാത്രമാണ് ഒരു കണ്ടിന്യൂഷൻ ഫീൽ ചെയ്തിട്ടുള്ളത്. മറ്റെല്ലാ എപ്പിസോഡിന്റെയും എഡിറ്റിംഗ് വളരെ വീക്കാണ്. അത് മാത്രമല്ല ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കണ്ടിന്യൂറ്റി ഒരു ടോപ്പിക്കിലും കാണുവാനും കഴിയുന്നില്ല. ഇന്നലെ തന്നെ നടന്ന സ്വേച്ഛാധിപതി എന്ന് പറയുന്ന ടാസ്കിന്റെ ഫസ്റ്റ് ലെവലിലുള്ള അവരുടെ കോൺവെർസേഷൻ എന്താണെന്ന് ഈ പറയുന്ന ടി വിയിലെ ഷോ, അതായത് എപ്പിസോഡ് കണ്ട ഒരു മനുഷ്യന് മനസ്സിലായിട്ടില്ല. എനിക്കൊരു പക്ഷെ ലൈവ് കണ്ടവർക്ക് അതിന്റെ അപ്ഡേറ്റ് അറിയാമായിരിക്കും. പക്ഷെ എപ്പിസോഡ് കാണുന്ന, ടി വിയിൽ കാണുന്ന ഭൂരിപക്ഷം ആളുകൾക്കും അവിടെ എന്ത് ടോപ്പിക്കാണ് അവർ സംസാരിച്ചതെന്നോ എന്ത് രീതിയിലുള്ള കണ്ടന്റ് ആണ് അവരവിടെ ഉന്നയിച്ചതെന്നോ ആർക്കും അറിയില്ല. അവിടെ ആരാണ് മെജോറിറ്റിയിൽ നിന്നതെന്നോ ജനത്തിന് തിരിച്ചറിയാനുള്ള ഒരു സ്പേസ് ഈ പറയുന്ന പരിപാടിക്കകത്ത് നിന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പല പല കാര്യങ്ങളുണ്ട്, മിസ്മാച്ചിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സീസണിലാണ് അത് കൂടുതലായിട്ട് പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം. ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന മത്സരാർത്ഥികൾ അത് കേൾക്കുന്ന അവസ്ഥയിൽ അവരവിടെ അവരുടെ സ്പേസിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു ഐഡന്റിറ്റി ഇതാണെന്ന് ജനങ്ങളോട് പറയുവാനുമല്ല അവർ അവിടെ വന്നത്. കാരണം അവരുടെ സ്പേസ് എന്താണെന്നും അവരുടെ ഐഡന്റിറ്റി എന്താണെന്നും അവർ വ്യക്തമായിട്ട് അവരുടെ നിലപാട് പുറത്തു വന്ന് ജനങ്ങളോടും അവരുടെ കുടുംബത്തിനോടും പറഞ്ഞിട്ടുണ്ട്. അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ശക്തമായി ഇവിടുത്തെ സിസ്റ്റത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് ഫൈറ്റ് ചെയ്ത് നിയമത്തിന്റെ ഇടയിൽ നിന്നും ആനുകൂല്യമല്ല അവരുടെ അവകാശം നേടിയെടുത്തിട്ട് ഇവിടെ ജീവിക്കുന്ന രണ്ടുപേരാണ്. അവരെ ഇത്തരത്തിലൊരു ഷോയിലേക്ക് നിങ്ങൾ എത്തിച്ചു. ഓക്കെ, വളരെ നല്ലൊരു കാര്യമാണ്. അവരുടെ സ്പേസ് അവർക്ക് കൊടുത്തു. അവർക്കും നമ്മളുടെ ഇടങ്ങളിലേക്ക് എത്തുവാനുള്ള ഒരു അവകാശം നിങ്ങൾ നൽകി. പക്ഷേ അവിടെ വന്ന അവരിലേക്ക് കൊടുക്കുന്ന ടോപ്പിക്കുകൾ അവരെ പിന്നെയും നിരുത്സാഹപ്പെടുത്തുന്ന, അവരെയും പിന്നെ തളർത്തുന്ന രീതിയിലേക്കാകുമ്പോൾ അത് വളരെ തെറ്റാണ്. ബിഗ് ബോസ് അത്തരത്തിലുള്ള ഒരു സമീപനം എടുക്കുന്നതും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. കാരണം അവരവിടെ പറയുന്നുണ്ട്, നമ്മളെ ഇനി ഇവിടെ ആരോട് അവർക്ക് മനസ്സ് തുറന്ന് അവിടെ ഒരാളോട് സംസാരിക്കാൻ ഇപ്പോൾ ഭയമായിരിക്കും. കാരണം ഒരു മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്നുമുള്ള ഒരു വോയിസ് ആണ് അവരിങ്ങനെ കേട്ടത്. ഇനി ഞാൻ ആ പ്ലേ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ, അതായത് പറയുന്നുണ്ട് ഇനി ഇതുപോലെ എത്ര കുടുംബങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടാകുമെന്ന്. എന്തിനാണ് അവർ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നത്? എന്തിനാണ് അവരെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? തെറ്റാണ് ബിഗ് ബോസ്. കാരണം അവരും എന്നെയും നിങ്ങളെയും പോലെ നമ്മളുടെ ഇടങ്ങളിലുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അവർ ഇന്നലത്തെ ആ എപ്പിസോഡിൽ അവർ വിഷമിച്ച് കരയുന്നത് കണ്ടപ്പോൾ ഒബ്വിയസ്ലി ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് വളരെ ഫീൽ ഉണ്ടായി. എന്നിലെ മനുഷ്യനും അത് മുറിവേറ്റു, എനിക്കും അത് വേദന ഉണ്ടാക്കിയ ഒരു കാരണം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, അവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ റിലേറ്റ് ചെയ്ത് ഇവിടെ എല്ലാ മത്സരാർത്ഥികളെയും വിമർശിക്കുന്ന അതേ രീതിയിൽ തന്നെ അവരും വിമർശനത്തിന് വിധേയമാണ്. പക്ഷെ അവരുടെ ആ ഒരു
കാഴ്ചപ്പാടുകളോടോ അവർ ജീവിക്കുന്ന അവരുടേതായ ഒരു ഇഷ്ടത്തിനെയോ ഇവിടെ എതിർക്കുവാൻ എനിക്കോ നിങ്ങൾക്കോ ഈ ലോകത്താർക്കും തന്നെ അവകാശമില്ല. അത് അവരുടെ സ്പേസ് ആണ്. അവർ അവരുടെ ഇഷ്ടം അവരുടെ കുടുംബത്തോട് പറഞ്ഞപ്പോൾ അവരെ കുടുംബം അവരെ ചേർത്ത് നിർത്തിയില്ലല്ലോ. കുടുംബം ചേർത്ത് നിർത്താതെ അവരെ അകറ്റുവാൻ നോക്കി. പലതരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ സമൂഹത്തിൽ അത് കണ്ടതാണ്. ചർച്ച ചെയ്ത് കഴിഞ്ഞു പോയ ഒരു അധ്യായവും കൂടിയാണത്. അവിടെ നിന്നെല്ലാം അവർ പറയുന്നുണ്ട്, അവർ വേദനയോടുകൂടി തന്നെയാണ് പറയുന്നത്. സ്വന്തം കുടുംബത്തിന് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, സ്വന്തം ജന്മം കൊടുത്ത ഉമ്മയ്ക്കും ഉപ്പയ്ക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, പിന്നെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് എന്ന് പറയുന്ന ഒരു വളരെ വേദനയുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. പക്ഷെ തിരിച്ചറിയുക, നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. നിങ്ങളെ സ്വീകരിക്കുന്ന, നിങ്ങളെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി മനുഷ്യർ ഇന്ന് ഈ നാട്ടിലുണ്ട്. എല്ലാവരുടെ മനസ്സും വൈകൃതം നിറഞ്ഞതോ എല്ലാവരുടെ മനസ്സും ഒരുപാട് തിമിരം ബാധിച്ചതോ അല്ല. മനസ്സ് തുറന്ന് നിങ്ങളെ സ്നേഹിക്കാൻ അറിയുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. നിങ്ങളും ഈ മണ്ണിലുള്ളതാണ്, നിങ്ങളും ഇവിടങ്ങളിൽ ജീവിക്കാനുള്ളതാണ്. ഈ ഇടങ്ങളിലുള്ള എല്ലാ സന്തോഷവും എല്ലാ സുഖവും എല്ലാ ഇഷ്ടങ്ങളും നിങ്ങൾക്കും കൂടി അനുഭവിക്കാനുള്ളതാണ്. അത് ആരുടെയും കുടുംബ സ്വത്തല്ല, അത് ആരുടെയും തീരവകാശവുമല്ല. നിങ്ങളെ നിങ്ങളുടെ പെർഫോമൻസിന്റെ ബേസിൽ അവിടെ വിമർശിക്കപ്പെടുകയും വേണം നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ ഇഷ്ടങ്ങളുടെ പുറത്ത് നിങ്ങളവിടെ വിമർശിക്കപ്പെടുന്നില്ല, ആർക്കും തകർക്കാനും കഴിയില്ല. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മത്സരിക്കുക. നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ടാണ് നിങ്ങൾ ഇവിടം വരെ എത്തിയത്, നിങ്ങളുടെ ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾ ഇവിടം വരെ എത്തിയത്. അത് തുടർന്നും അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള വിജയാശംസകളും നേരുന്നുണ്ട്. പിന്നെ ഇതുപോലെ പല ആളുകളും പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പല തരത്തിലുള്ള പേരുകളും ഇട്ട് പല ആളുകളെ, പല കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞും പല രീതിയിൽ നിങ്ങളെ പ്രൊനൗൺസിയേഷൻ ചെയ്യുന്ന, നിങ്ങളെ വിളിക്കുന്ന ഇത്തരം വിളിപ്പേരുകൾ കൂടി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. കാരണം നിങ്ങൾ നമ്മളുടെ ഇടങ്ങളിലെ ഒരാളാണ്. ഞാൻ പുറത്തു പോകുമ്പോൾ എന്നെ ഒരു ആണേ എന്നല്ല വിളിക്കുന്നത്, എന്റെ പേരാണ് വിളിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ പേര് വിളിപ്പിക്കാനുള്ള ഒരിടം നിങ്ങൾക്ക് ഉണ്ടാവണം, അത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ പേര് തന്നെയാണ്. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടങ്ങളോ നിങ്ങളുടെ ഫീലിങ്സോ അല്ല നിങ്ങളുടെ പേരും നിങ്ങളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന ഒരു കാലം വരും. നിങ്ങളുടെ പേരാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. ആ പേരിൽ തന്നെയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അത് ഈ നാട്ടിലെ എല്ലാവരുടെയും കൂടെ, എല്ലാവരുടെയും ഇഷ്ടങ്ങളോടൊപ്പം, എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തിനോടൊപ്പം നിങ്ങൾക്കും ജീവിക്കണം. അതിന് നിങ്ങൾ ഇനിയും ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ നിങ്ങൾ ഇനിയും ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഇപ്പോഴും ഫൈറ്റിലാണെന്ന് എനിക്കറിയാം. എന്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. എന്റെ ഒപ്പം സഞ്ചരിക്കുന്നവരാണ് അവർ എന്റെ സുഹൃത്തുക്കളാണ്. ഞാൻ അളിയ എന്ന് വിളിക്കുന്ന ആളുകൾ പോലും ഇവർക്കിടങ്ങളിലുണ്ട്. കാരണം അവര് നമ്മളുടെ ഇടങ്ങളിലെ നമ്മുടെ ഇഷ്ടങ്ങളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം തന്നെയാണ് ആദില നൂറ വളരെ മികച്ച മത്സരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ബിഗ് ബോസ് യാത്ര തുടരട്ടെ. ഇമാതിരിയുള്ള തെണ്ടിത്തനങ്ങളൊക്കെ നിർത്തിക്കൊണ്ട് നിങ്ങളും അവർക്കൊപ്പം സപ്പോർട്ട് കൊടുത്തു പോവുക. ഇത്തരം ഒരു ഓഡിയോ നിങ്ങൾ പുറത്തുനിന്ന് ഒരു ലൈവിൽ കേൾപ്പിക്കുമ്പോൾ അത് അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അതിനെ ഇനി എത്ര തന്നെ എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതല്ല. കാരണം അത് ലൈവിൽ അവർ കേട്ട കാര്യമാണ്. പുറത്തെ ജനത്തിന്റെ കാതിനെ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷെ അവരുടെ മനസ്സിലാണ് അത് മുറിവേറ്റിട്ടുള്ളത്. ഉത്തരം നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുപോയ ആളുകളാണ്. ഇനി മറ്റു വിഷയമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.